ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദ പേഴ്സൺ CST മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി ഈ കാര്യം പറയും. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം CST പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ജനറൽ സയൻസ് ബയോളജി. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഭാഗത്ത് നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ ഇല്ലാതായിട്ടുള്ളൊരവസ്ഥയായിരുന്നു. അപ്പം ഇടയ്ക്ക് നമ്മുടെ മിക്ക വീഡിയോസ് അങ്ങനെ വരുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്തൊക്കെ. അപ്പം ദയവേത് നിങ്ങൾ ക്ഷമിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ അത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ലാസ്റ്റ് ഭാഗത്ത്. അതൊന്നാമത്തെ കാര്യം. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം തുടർച്ചയാണ്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് പിന്നെയും ഇത് പറയേണ്ടി വരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയയാണ് പറയുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, ഈ ടോപ്പിക്സിനെ കുറിച്ച്. ഇത് ശരിക്കും എൻ്റെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞതായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. ഇമ്പോർട്ടൻസ് ഓഫ് ബാക്ടീരിയ എന്നുള്ള വിഭാഗത്തിൽ ഇവിടെ ലാസ്റ്റ് പറയുന്നത് എ ലിസ്റ്റ് ഓഫ് ബാക്ടീരിയ ഡിസീസസ് ഇൻ ഹ്യൂമൻ ഈസ് ഗിവൺ ബിലോ എന്ന് പറയണ്ടല്ലോ. ഇതിന്റെ ബാലൻസ് ഭാഗമാണ് ഈ കൊടുത്തേക്കണമെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ക്ഷമിക്കുക. ഇങ്ങനെ തന്നെ ഇരിക്കണം, എന്തെങ്കിലും ഇതിൽ വ്യത്യാസം വരാൻ വഴിയില്ല. ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു സെക്ഷനിൽ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് നമുക്ക് തുടങ്ങുമ്പോൾ പറയാം. ഈ സെക്ഷൻ തുടങ്ങുമ്പോൾ പറയാം. അൺകൺവെൻഷണൽ വൈറസസ്, അങ്ങനെ ഇത് പ്രത്യേകിച്ചും ഓർഡർ എന്താ പറയാ, പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ ടോപ്പിക്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊരു പക്ഷേ ഞാൻ നേരത്തെ ഇമ്പോർട്ടൻസ് ഓഫ് ബാക്ടീരിയ എന്നുള്ള വിഭാഗത്തിന്റെ താഴെ വരായിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു. പക്ഷെ ഇത് ഇങ്ങനെ സൈഡിലായിട്ടാണ് കൊടുത്തേക്കുന്നത് ഈ ടോപ്പിക്സ്. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ ഇത് പറയാൻ സാധിക്കുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിനെക്കുറിച്ച്. നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യം പറയണമല്ലോ, അതുകൊണ്ട് നമ്മൾ എടുത്ത് പറയണമെന്നുള്ളൂ ഈ വീഡിയോയിൽ കൂടി ഒരിക്കൽ കൂടി. റീപ്രൊഡക്ഷൻ ബാക്ടീരിയ നമ്മൾ പറയാൻ പോകുന്നത്. ദ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ അസെക്ഷൽ ത്രൂ ബൈനറി ഫിഷൻ ഓർ സിമ്പിൾ സെൽ ഡിവിഷൻ. Here one cell divides into two daughter cells with the development of a transverse cell wall. Notably, events such as mutation (random genetic change within a cell's own genetic code) may lead to genetic variations within individual cells. Like other complex organisms, bacteria too have mechanism for exchanging genetic material. The resulting bacterium is a combination of traits from two different parental cells. By the amalgam of genetic material, bacteria develop new traits, including ability to withstand acidity and high temperature and acquire resistance to antibiotics. 3 different modes of exchange have thus far been identified in bacteria. A. Transformation. Transfer of naked DNA from one bacterial cell to another in solution (this can include dead bacteria). B. Transduction. Transfer of viral bacteria or both bacterial and viral DNA from one cell to another via bacteriophage. C. Bacterial conjugation. Transfer DNA from one bacterial cell to another via a special protein structure called a conjugation pilus. ഇത്രയാണ് ഇതിൽ വരുന്നത്.
അപ്പോൾ റീപ്രൊഡക്ഷൻ ബാക്ടീരിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഒരാഴ്ച മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, മുന്നേ ചെയ്ത വീഡിയോയിലെല്ലാം. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ വിഭാഗത്തിലോട്ട് എത്തിയേക്കാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ വിഭാഗം തുടങ്ങണേക്ക് മുന്നായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അഡ്വാൻസിനായിട്ട് ഞാൻ ക്ഷമ ചോദിക്കണം. നമ്മൾ പറയണത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയും, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ പിന്നെ കമന്റ്സും കാര്യങ്ങളൊക്കെ തെറ്റായ രീതിയിലൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ആഗ്രഹിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എടുത്തായിരിക്കും കൂടുതലും സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് പ്രാധാന്യം കൊടുത്തായിരിക്കുള്ളൂ കമന്റ്സ് ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തുള്ള കാര്യത്തിന് കുറെ കൂടി വീഡിയോയിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ദയവേത് ക്ഷമിക്കണം എന്ന് ഞാൻ പറയുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ദയവായിട്ട് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പരമാവധി വീഡിയോയില് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മിസ്റ്റേക്കുകൾ ഉണ്ടായാൽ പോലും ഇങ്ങനത്തെ തരത്തിലൊക്കെ നമ്മള് എന്താ പറയാ, വ്യൂവേഴ്സിനെ പരമാവധി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, വ്യൂവേഴ്സിനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കും. ബാക്കി നമ്മൾ ഇതുപോലെ എടുത്തു പറഞ്ഞു പോകും എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് പറയാം, ക്ലാമൈഡിയ. ഞാൻ പറഞ്ഞത് ഓർക്ക, ക്ലാമൈഡിയ. The bacteria that cause various infectious diseases in humans and animals are called Chlamydia. It has 3 subspecies: Chlamydia trichomatis, Chlamydia pneumoniae, and Chlamydia pneumoniae. The diseases caused by the Trichomatis species perhaps are the most common Chlamydia illnesses. One strain of C. Trichomatis causes conjunctivitis and eye infection marked by redness and swelling, sensitivity to light, and pus discharge. A strain of fly-borne C. Trichomatis causes a severe form of conjunctivitis called trachoma. അടുത്തത് പറയുന്നത് അൺകൺവെൻഷണൽ വൈറസസ്. Viroids consisting solely of a small circular molecule of RNA. Viroids are particles known to cause diseases in plants such as potato, tomato, cucumber, avocado, coconut, and chrysanthemum. Kadang ബ്രാക്കറ്റിൽ viroid disease has severely affected the coconut palm industry. Prions, the infectious agents that cause a slew of degenerative neurological diseases, including scrapie in goats and sheep, and Kuru and Creutzfeldt Jacob in humans attach themselves to the normal form of the protein, thereby causing a change in its shape to the disease-causing form. So far, prions are identified as a form of protein sans the nucleic acid.
ഇത്രയാണ് ഇതിൽ വരുന്നത്. നല്ലപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അൺകൺവെൻഷണൽ വൈറസസ്, ദയവേത് ക്ഷമിക്കാം. അത് എടുത്തെടുത്ത് പറഞ്ഞു വെച്ചാൽ അത്രയും പ്രാധാന്യം ഉണ്ട്. കാരണം നമ്മൾ തെറ്റ് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് the nature of HIV virus. HIV is an RNA retrovirus which when viewed under an electron microscope shows a dense cylindrical core that encases two molecules of viral RNA genetic material. The core is surrounded by a spherical HIV is an RNA retrovirus which when viewed under an electron microscope shows a dense cylindrical core that encases two molecules of viral RNA genetic material. The core is surrounded by a spherical outer envelope. HIV contains reverse transcriptase, a special enzyme which has the ability to make a DNA copy of the viral RNA. This enables the virus to reverse the normal flow of genetic information and to incorporate its viral genes into the genetic material of its host. The virus may then remain in a challenge form for a lengthy period until it is reactivated. A critical step in HIV infection is binding of the virus to the receptor of the cell it attacks, thereby enabling its entrance. A molecule called CD4 found on the surface of the T4 cell serves as the receptor, and almost any other cell with CD4 surface molecule can become infected with HIV. ഞാൻ എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ചില വേർഡ്സ് ഒക്കെ വളരെ ടഫാണെന്ന് തന്നെ പറയാം, അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ വിഭാഗം എങ്ങനെയും അവസാനിച്ചാൽ മതി എന്നാണ് എനിക്ക്. കാരണം എനിക്ക് എത്ര ശ്രമിച്ചിട്ടും നല്ല രീതിയിൽ വായിച്ചു പോകാൻ പറ്റുന്നില്ല. ഈ വിഭാഗം അങ്ങനെയൊക്കെ തന്നെയാണ്. ഓൾഗെ ഇൻ പ്രൊട്ടീസ്റ്റ. ഓതേ കണ്ട ലാസ്റ്റ് ഭാഗത്തുണ്ട. ഇത് അത്ര കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നാലും അത്യാവശ്യമൊക്കെ ഇത് വലിയ കുഴപ്പമില്ല. നേരത്തെ അത്രയും പ്രശ്നമില്ല. നമുക്ക് വായിക്കാം. ഓൾഗെ ഇൻ പ്രൊട്ടീസ്റ്റ. Kingdom Protista includes 7 phyla of algae. Depending on the classification system followed, they are photosynthetic organisms and can be differentiated on the basis of accessory photosynthetic pigments, presence of a cell wall, and the composition of the cell wall if present. Accessory pigments that mask the green of the chlorophyll too are responsible for the characteristic colors of many phyla. Phylum Myxophyta, the slim molds, resemble algae, but they are multicellular or multinucleated in all or most their life cycle. They reproduce asexually by means of spores. ഓൾഗൻ പ്രൊട്ടിസ്റ്റ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറയാനുള്ളത് മോൾഡ്സ് ആണ്. ഇതിലും ടഫായിട്ടുള്ള വേർഡ്സ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തെറ്റ് വരണമെങ്കിൽ ദയവേത് ക്ഷമിക്കുക. സ്പെല്ലിങ് മിസ്റ്റേക്ക്. ഇതിന്റെ ബാലൻസ് ഭാഗം അടുത്ത പേജിലാണ് വരുന്നത്. മോൾഡ്സിന്റെ ഓൾഗൻ പ്രൊട്ടിസ്റ്റ ബാക്ടീരിയൽ ഡിസീസ് അല്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മത് വായിച്ചു പോവുകയാണ്.
ഇനി മോൾസ് ആണ് പറയാനുള്ളത്. ഇതിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നല്ല ടഫായിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്, അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക. ഏതായാലും ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പറയാം മോൾസ്. The fusy and cobweb-like growth produced on organic matter by severe kinds of fungi is called molds. Commonly black, blue, green and red fungal growths are considered under molds, while mildew is applied to whitish growths. Aspergillus niger or black bread mold is the most familiar category here, which begins as a microscopic airborne spore germinating on contact with the moist surface of non-living organic matter. Spreading rapidly informs the mycelium (fungal body), which is made up of a fine network of filaments (hyphae). The mycelium produces other clusters of root-like hyphae called rhizoids, which penetrate into the organic material, secreting enzymes and absorbing water, digested sugars and starches. Molds thrive on many organic substances and rapidly disintegrate wood, paper and leather. If provided with sufficient moisture in fruits, enzymes penetrate well behind the page. In fruits, enzymes penetrate well behind the area of the visible growths to damage it. Molds also have several industrial uses, like in fermentation of organic acids and cheese. Penicillin discovered in 1929, a product of green mold Penicillium notatum, revolutionized antibiotic drugs. Neurospora, a red bread mold, is an important tool in genetic experiments. Molds. The fusy and cobweb-like growth produced on organic matter by several kinds of fungi is called molds. Commonly black, blue, green and red fungal growths are considered under molds, while mildew is applied to whitish growths. Aspergillus niger or black bread mold is the most familiar category here, which begins as a microscopic airborne spore. Germinating on contact with the moist surface of non-living organic matter. Spreading rapidly, informs the mycelium fungal body, which is made up of a fine network of filaments hyphae. The mycelium produces other clusters of root-like hyphae called rhizoids, which penetrate into the organic material, secreting enzymes and absorbing water, digested sugars and starches. Molds thrive on many organic substances and rapidly disintegrate wood, paper and leather if provided with sufficient moisture. In fruits, enzymes penetrate well behind the area of the visible growth to damage it. Molds also have several industrial uses, like in fermentation of organic acids and cheese. Penicillin discovered in 1929, a product of green mold
Penicillium notatum revolutionized antibiotics drugs. Neurospora, a red blood mold, is an important tool in genetic experiments. ഇനി നമ്മൾ ഇതാണ് പറയാൻ പോകുന്നത്, സിംബയോസിസ്. Symbiosis, ബ്രാക്കറ്റിൽ ഗ്രീക്ക് symbioം, to live together, looks into the interdependence of different species which are sometimes called symbionts. The symbiosis resulting in mutual benefits to interdependent organisms is called mutualism. Example, Rhizobium, a nitrogen fixer living in the root nodules of legumes such as pea and clover. ഇനി അടുത്തത് parasitism. Parasitism is a kind of relationship between organisms of different species in which one, ബ്രാക്കറ്റിൽ the parasite, benefit from a prolonged close association with the other, ബ്രാക്കറ്റിൽ the host, which is harmed. In general, parasites are much smaller than their hosts, show a high degree of specialization for their mode of life, and reproduce more quickly and in greater numbers than their hosts. Parasites that cause disease are called pathogens. Parasitism is a kind of relationship between organisms of different species in which one, ബ്രാക്കറ്റിൽ the parasite, benefits from a prolonged close association with the other, ബ്രാക്കറ്റിൽ the host, which is harmed. In general, parasites are much smaller than their hosts, show a high degree of specialization for their mode of life, and reproduce more quickly and in greater numbers than their hosts. Parasites that cause disease are called pathogens. അടുത്തത് commensalism. Another type of symbiosis defines the association between two different kinds of non-parasitic animals called commensals. It is harmless to both and beneficial to one of the two organisms. The association of color bacteria with humans and other animals, especially plant eaters, is also a type of commensalism. നമുക്ക് ഫാൻ യൂസ് ചെയ്തേക്കണ കാരണം കൊണ്ട് ചില സമയത്ത് പേജ് പറഞ്ഞുകൊണ്ട്, അപ്പോൾ വെരി സോറി. നമ്മുടെ പേനയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് തടസ്സം വെച്ചേക്കണം, എന്നിട്ടും ഒരു കാര്യമില്ല. ഒരേ സമയം നമ്മൾ മൊബൈലും യൂസ് മൊബൈൽ വെച്ച് നമ്മൾ വീഡിയോയും എടുക്കണം, അതുപോലെ തന്നെ പേജും നമ്മൾ ടച്ച് ചെയ്ത് തന്നെ പോകണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അടുത്തത് പറയുന്നത്, ആഫ്റ്റർ recurrent DNA from any of these events, bacteria undergo fission and passes the recombinant genome to new progeny cells. Many bacteria harbor plasmids that contain extra chromosomal DNA. Under favorable conditions, bacteria may form aggregates visible to naked eyes, such as bacterial mates. Other nutrition in bacteria. The species that feed on other organisms are heterotrophic bacteria, while those manufacturing food themselves are autotrophic bacteria. Then certain bacteria have the traits of both autotrophic and heterotrophic, depending upon the food available. A majority of the heterotrophic bacteria feed on dead organisms,
The species called as saprotroph, which along with fungi constitute the decomposers and are essential in bringing about decay and recycling of nutrients. Bacteria that use light to synthesize their organic requirements are called phototrophs, and those that use chemical energy are called chemotrophs. ഇനി അടുത്തത് പറയാനുള്ളത് സൈനോബാക്ടീരിയ. അപ്പം ന്യൂട്രീഷനും ബാക്ടീരിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരുപാട് പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ടൈമില്ല. അപ്പൊ ഇനി പറയാനുള്ളത് സൈനോബാക്ടീരിയ ബ്രാക്കറ്റിൽ ഓർ ബ്ലൂ ഗ്രീൻ ഓൾഗെ ഈസ് എ photosynthetic bacteria containing chlorophyll 2, classified under plant kingdom earlier. Discoveries through electronic microscope and new biochemical techniques, however, showed them to be prokaryotes, more similar to bacteria than plants. Now they are placed under kingdom Monera. Cyanobacteria are familiar to many as a component of pond scum. Nitrogen fixing cyanobacteria only require nitrogen and carbon dioxide to survive. They use two photosystems which split water and yield oxygen. Lac flagella can be single, colonial or multicellular, are usually present in water that has been polluted, often with phosphates and nitrates, and often explored in algal blooms. സൈനോബാക്ടീരിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ള വൈറസസ് ആണ്. Viruses are the smallest living organisms, but without a cellular structure. They have a simple structure consisting of a small piece of nucleic acid, either DNA or RNA, surrounded by a protein or a lipoprotein coat. They can reproduce by invading living cells, therefore are all parasitic. While outside a host cell, they are inert. Inside they enter a dynamic phase in which they replicate, perating the host cell's enzymes, nucleic and amino acids, and machinery to accomplish what they are not equipped to do alone. Viral replication is often carried out at the expense of the host. Diseases such as herpes, rabies, influenza, some cancers, poliomyelitis, and yellow fever are of viral origin. Of the estimated 1,500 types of viruses, approximately 250 cause diseases to humans, bracketly over 100 of which cause the common cold, and 100 infect animals. വൈറസസിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കാം. Disease such as herpes, rabies, influenza, some cancers. പിന്നെ വരുന്ന വേർഡ് ഉണ്ടല്ലോ, അത് അത്ര ടഫല്ല, പക്ഷെ നമ്മൾ വായിച്ചപ്പോൾ തെറ്റ് വന്നുപോയി. ഞാൻ എന്തുകൊണ്ടത് എടുത്ത് പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലത്തെ വേർഡ്സുകൾ വായിക്കുമ്പോൾ എന്താ പറയുക, വളരെയധികം മിസ്റ്റേക്കാണ് വരുന്നത്. ഈ ഒരു വേർഡ്സ് അല്ല, ചില ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി എടുത്ത് പറയണമെന്നുള്ളൂ. ഇതുപോലുള്ള ചില വേർഡ്സുകളൊക്കെ പറയുമ്പോൾ, കാര്യം നമ്മുടെ എക്സ്പ്ലനേഷൻ ഇല്ലാത്ത ക്ലാസ് ആണ്, എന്നാലും ഇങ്ങനെ വായിക്കുന്നതിൽ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് പറയണമെന്നുള്ളൂ.
അപ്പം അതും ദയവേത് ശ്രദ്ധിക്കണം. ചില വേർഡ്സുകൾ നിങ്ങൾ ദയവേത് കമൻസ് അയക്കരുത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നും പറഞ്ഞുകൊണ്ട്. അല്ലാതെ നിങ്ങളതൊന്ന് മനസ്സിലാക്കി നോക്കി പോവുക നല്ല രീതിയിൽ തന്നെ. എന്തായാലും പ്രിന്റഡ് എന്തായാലും മാറ്റം വരില്ലല്ലോ. എന്തായാലും പ്രിന്റഡ് ആയിട്ടുള്ള എന്തായാലും ഈ ബുക്കിൽ പ്രിന്റ് ചെയ്തേക്കുന്നതൊക്കെ എന്ത് തന്നെയാലും അത്യാവശ്യം നല്ല രീതിയിൽ കറക്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ പ്രിന്റിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ഇത് തന്നെ നോക്കി പോയി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സും കാര്യമൊക്കെ. എന്നെ കൊണ്ടാവുന്നില്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് പറ്റണ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ചില വാക്കുകൾ സിമ്പിൾ വേർഡ്സ് ആണെങ്കിൽ പോലും നമ്മൾ തെറ്റിപ്പോ പറയുന്ന അവസ്ഥയുണ്ട്. പിന്നെ ടഫായിട്ടുള്ള വേർഡ്സും നമ്മൾ തെറ്റി പറഞ്ഞു പോകുന്നുണ്ട്. ഞാനത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എടുത്തു പറയുന്നത്. കാരണം CSET എന്നുള്ള രീതിയിൽ പറയുമ്പോൾ CSET എക്സാം എന്നുള്ള രീതിയിൽ ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, വിശ്വാസവും. അതുകൊണ്ട് ഞാൻ പറയണമെന്നുള്ളൂ. അത്രയും വലിയ പരീക്ഷയാണ്, ഭയങ്കര എന്താ പറയുക പ്രാധാന്യവും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡും അങ്ങനെ എല്ലാം ഹൈ ലെവലിൽ നിൽക്കുന്ന എക്സാം എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് തന്നെ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള എക്സാം എന്നും കൂടി നമുക്ക് പറയാലോ. അതൊക്കെ നമ്മൾ ഒരിക്കലും മറക്കുന്ന രീതിയിൽ ക്ലാസ് എടുത്താൽ ശരിയാവില്ല. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ പറയുന്ന ടോപ്പിക്ക് പറയാം. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാനുള്ള ടോപ്പിക്സ് ഡിസ്കവറി ഓഫ് വൈറസസ്, സ്ട്രക്ചർ ഓഫ് വൈറസസ്, ലൈഫ് സൈക്കിൾ ഓഫ് വൈറസസ്, പിന്നെ എയ്ഡ്സ് വൈറസസ്, പിന്നെ ബാക്ടീരിയോഫേജസ് ബ്രാക്കറ്റിൽ ഇവിടെ തെറ്റു വന്ന് നമ്മൾ വായിച്ചതിൽ. ഞാൻ പറ്റാവുന്ന പോലെ വായിക്കണം. ബാക്ടീരിയോഫേജസ് പേജസ്. തെറ്റാണ് നമ്മൾ വായിക്കുന്നതൊക്കെ. ഇതൊക്കെ വളരെ സിമ്പിൾ വേർഡ്സ് ആണ് ചിലതൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ വായിച്ചു പോകുമ്പോൾ അത്ര കറക്റ്റ് ആവുന്നില്ല, തെറ്റായി പോവുകയാണ്. ദയവേതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ഇതെനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ വായിക്കാണ്. മൈക്കോർഹിസ. അടുത്ത എഡിബിൾ ആൻഡ് ഇൻഎഡിബിൾ മഷ്റൂംസ്. അടുത്തത് ബേസിക് സെൽ ബയോളജി, ദ സെൽ, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് സെൽസ്, സെൽ ബയോളജി, ക്രോണോളജി, മോസസ്. ഇത്രയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിലും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിലൊക്കെ ആയിട്ട് പറയാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന വിഭാഗം ജനറൽ സയൻസ് ബയോളജി. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. ഞാനത് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നുണ്ട് വീഡിയോയിൽ. എന്നാലും അവസാനമായിട്ട് ഒരിക്കൽ കൂടി പറയണം. പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരില്ല. ചില ഭാഗത്തൊക്കെ സിമ്പിളായിട്ടുള്ള നമ്മൾ തെറ്റിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്നാലും യൂട്യൂബ് ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മളിതെല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊക്കെ ദയവേത് ക്ഷമിക്കുക, സഹകരിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം തെറ്റുകൾ എന്തായാലും സംഭവിക്കാം, മനുഷ്യനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിത് എന്താ പറയണമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും നമുക്കിങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇതിന് കൂടുതലും പ്രാധാന്യം എടുത്ത് പറയുന്നത്. അപ്പം എൻ്റെ ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിലൊക്കെ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്താ പറയുക, കറക്റ്റായിട്ട് പറയാമായിരുന്നിട്ടും നമ്മൾ കറക്റ്റ് ആക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് കുറേ വേർഡ്സും സെൻറ്റൻസൊക്കെ. അതെല്ലായിടത്തും നല്ല, ചില ഭാഗങ്ങളിൽ അങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് മുന്നേ ചെയ്ത എല്ലാ വീഡിയോനെയും കൂടി നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പരമാവധി നമ്മുടെ ഭാഗത്തൊന്നും തെറ്റ് വരരുത്, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് കൂടുതലും പറയുന്നത് ഈ ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു CSET, അതുപോലെ തന്നെ IAS, അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം അതും കൂടി നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടും കൂടിയാണ് പറയുന്നത്.
അപ്പോൾ അത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും ദയവേദ എന്നോട് ക്ഷമിക്കുക. ഒരുപക്ഷെ ചിലർക്കൊന്നും അങ്ങനെ നമ്മൾ പറയുന്നത് അമിത പ്രാധാന്യം കൊടുത്ത് ഒരു കാര്യം തന്നെ പറഞ്ഞിട്ട് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ല. അത് എൻ്റെ ഒരു സ്റ്റൈലാണ്, അവിടെ ഞാൻ പറഞ്ഞു പോകും. ഓരോരുത്തർക്ക് വീഡിയോ എടുക്കുന്നതിന് ഓരോ സ്റ്റൈലുകളുണ്ടാവും. അപ്പം നമ്മുടെ ഒരു രീതി ഇങ്ങനെയാണ്, അപ്പം നമ്മൾ ഈ രീതി തന്നെ പറഞ്ഞു പോവുള്ളൂ. അപ്പം ഞാൻ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്ന ടൈമിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അത് കേട്ടുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോൻ്റെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയാനൊന്നും ഇല്ലെന്ന് പറയാം. പിന്നെ ഈ ബുക്കിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ബുക്കിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് പിന്നീട് ഒരു അവസരത്തിൽ പറയും. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് കൊടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യും. അപ്പോൾ കോൺസെൻട്രേഷന് നമുക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കാണുന്നവരെ മെയിനായിട്ട് നമ്മൾ ഈ രീതിക്കൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ കാണുന്നവർ ചിലർ മിക്കവരും ഫസ്റ്റ് ഭാഗത്ത് നിന്ന് കാണുന്നവരുണ്ടാവും. അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് വീഡിയോ കാണുന്നവരുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ഭാഗത്തു നിന്ന് വീഡിയോ കാണുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഇഷ്ടമാണ് വീഡിയോ കാണുന്നതൊക്കെ. ചിലർ അപ്പം തന്നെ അത് സ്കിപ്പ് ചെയ്ത് എന്താ പറയുക, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡൊക്കെ കണ്ട് ചിലർ അത് വേറെ വർക്കിലോട്ടൊക്കെ പോകുന്നവരും ഉണ്ട്. എന്ന് വെച്ചാൽ വീഡിയോ താല്പര്യമാവാത്ത രീതിയിലോട്ട് ഉള്ള അവസ്ഥയിലോട്ട് പോകുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം മുൻനിർത്തിയിട്ടാണ്. അതുപോലെ തന്നെ ചിലർ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് മാത്രം നോക്കുന്നവരും ഉണ്ട്, അതുണ്ട്. അപ്പം അങ്ങനെ നമ്മളെല്ലാം മുൻനിർത്തിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ കുറേ ആവർത്തിച്ച് പറയുന്നത്. പിന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്നു. അപ്പം അതൊക്കെ ഒന്ന് ദയവേത് മനസ്സിലാക്കുക. അപ്പം നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാമൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിന് എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് CSCT വേണ്ടി നല്ല രീതിയിൽ ഉപകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.